അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഞാൻ മൻസൂർ മണ്ണാർക്കാട്. റിയാക്റ്റും വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഇന്നലെ ഒരു ലൈവ് ചെയ്തിരുന്നു. ആ ലൈവിൽ നമ്മൾ പറഞ്ഞത് ആദർശത്തെ, ഈ വീഡിയോനെ സംബന്ധിച്ച് പറയാട്ടോ, ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാത്ത ചില ആളുകൾ, അവർ നമ്മൾ പറയുന്ന വിമർശനം അത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാര്യം, ആ വിമർശനങ്ങൾക്കെതിരായിക്കൊണ്ട് കൗണ്ടർ ചെയ്യുവാനോ മറുപടി പറയുവാനോ അവരുടെ കയ്യിൽ പ്രമാണമില്ല, സത്യമില്ല. കള്ളങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആളുകളുടെ സമ്പത്തും ആഖിറവും ദുനിയാവും എല്ലാം കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടത് വടിത്തങ്ങളുടെ ഒരു ചാട്ടസദസ്സാണ്. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ബൗ 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 എന്നായിട്ടുണ്ട്. ഇടയ്ക്ക് ഹൽവ ഹൽവ എന്നൊക്കെ കേട്ടു. ഇവരിത് ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ പേരിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ എതിർത്ത് സംസാരിക്കുന്നത്. ഇതിന് ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല. വടിത്തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ 2 വീഡിയോയിലായിട്ട് കാണിച്ചു കഴിഞ്ഞതാണ്. ഇതുപോലെയുള്ള ആത്മീയ ചൂഷണങ്ങളാണ് നമ്മളിവിടെ തുറന്നു കാണിക്കുന്നത്. ഒരു കാര്യം കൂടിയും സഹോദരന്മാരടുത്ത് പറയാം, ഇത് സത്യത്തിൽ നൗഷാദ് ഹസനിയുടെ ചാടിക്കളി ഒന്ന് കാണിക്കുക എന്നതിന് അപ്പുറം ഒരു വിശദീകരണം കൂടിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ച വീഡിയോ വളരെ ചെറുതായിട്ടാണ് കാണിച്ചത്. യൂട്യൂബിൽ പ്രതികരണ വീഡിയോകൾ, റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുവാൻ യൂട്യൂബ് അനുവാദം നൽകിയിട്ടുണ്ട്. നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൻ്റെ അനുമതിയില്ലാതെയോ ഒന്നുമല്ല. റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുക, പ്രതികരണ വീഡിയോ ചെയ്യാനുള്ള അനുമതി യൂട്യൂബ് ക്രിയേറ്റർമാർക്ക് നൽകിയിട്ടുണ്ട്. മറ്റുള്ള ആളുകളുടെ വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോയ്ക്കൊപ്പം നമ്മൾ അതെന്താണെന്ന് വിശദീകരിക്കണം. അത് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ നമുക്ക് റിവ്യൂ ചെയ്യാം, നമുക്ക് പ്രതികരണ വീഡിയോ ചെയ്യാം. ആ കാണിക്കുന്ന വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കായിരിക്കണം നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. അത് തന്നെയാണ് ഇതുവരെയും ഞാൻ ചെയ്തിട്ടുള്ളതും. ഇപ്പോൾ ചില ആളുകൾക്ക്, കള്ളത്തരം പറയുന്ന ആളുകൾക്കാണല്ലോ, അവരുടെ വീഡിയോകൾ എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ മറുപടി പറയാൻ കഴിയുന്നില്ല. അത് കാരണം കൊണ്ട് അവർ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യാനുള്ള പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ഈ ഇടയ്ക്ക് ഒമാനിൽ നിന്നോ മറ്റൊരു സഹോദരൻ വിളിച്ചിരുന്നു, നിങ്ങൾ കാണിക്കുന്ന വീഡിയോ മുഴുവൻ കാണിക്കണം. ഇപ്പോൾ ഇത്രത്തോളം കാണിച്ചിട്ട് തന്നെയുള്ള അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ വലുതാക്കി കാണിക്കണം, നിങ്ങളത് എന്തിനാണ് അതിൻ്റെ സൈഡിലിരിക്കുന്നത്, ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ. റിയാക്ഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ, യൂട്യൂബിലൊരു പ്രതികരണ വീഡിയോ ചെയ്യണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ, അത് നേരത്തെ ഞാൻ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞാണ്, ലിഖിതമല്ലെങ്കിൽ പോലും അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ട് പോയാലേ നമുക്കെതിരെ ആരെങ്കിലും ഒരു സ്ട്രൈക്ക് നൽകുമ്പോൾ അവർ നൽകിയ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെതിരെ നമുക്കെന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ പരമാവധി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെ കണ്ട വീഡിയോ അത് ഒരുവിധം ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ആൾക്ക് പോലും അങ്ങനെ ഒരു കാര്യം ഇസ്ലാമിൽ പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്ക് അതിൻ്റെ നാലുപുറം നിന്ന് കുരക്കാൻ, അങ്ങനെ പറയുമ്പോൾ ആരും അതൊരു മോശം വാക്ക് പറയുകയാണ് എന്നൊന്നും കരുതേണ്ടതില്ല. ഇത് സംബന്ധമായിട്ടൊരു കാര്യം പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് അത് വിശദീകരിക്കാം. എൻ്റെ ലൈവ് വീഡിയോകൾ ഒരു വിഷയം ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അതിന് തമ്പനെയിലുണ്ടാകും, വ്യക്തമായിട്ട് എന്താണ് വിഷയമെന്ന് പറയും. അല്ലാത്ത നിലയ്ക്ക് ഒരു പ്രതികരണ വീഡിയോ ആയിട്ടാണ് പെട്ടെന്ന് വരുന്ന വീഡിയോകളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇരുന്നിട്ട് ഔദും ബിസ്മിയും ചൊല്ലിയിട്ടൊന്നും കാര്യം നടക്കില്ല. ചില ആളുകളെടുത്ത് ചിലത് പറയുവാനുള്ള സാഹചര്യത്തിൽ ചില വാക്കുകൾ, ചില പരാമർശങ്ങളൊക്കെ വരും. അപ്പോൾ
ഇന്നലെ ആഷ്ലി എന്ന പേരിലുള്ളൊരു അക്കൗണ്ടിൽ നിന്നും അതുപോലെ മറ്റൊന്ന് രണ്ട് അക്കൗണ്ടുകളിൽ നിന്നൊക്കെ ഐഡികളിൽ നിന്നൊക്കെ ചില ആളുകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം 2-3 വാട്സപ്പ് മെസ്സേജുകളും വന്നു. അവർക്കെല്ലാം മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. വാട്സപ്പിൽ എന്തായാലും മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സാമൂഹിക ബോധവൽക്കരണം, സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിന് വളരെ മോശമായിക്കൊണ്ട് കമൻ്റ് ചെയ്തുകൊണ്ടും ഫോൺ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ നമ്മെ ഇങ്ങോട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകളുമുണ്ട്. അതിനിടയിൽ നിന്നുകൊണ്ട് പോരാട്ടം നടത്തുക എന്ന് തന്നെയാണ് ഇതിന് പറയാൻ കഴിയുക. ചില ആളുകൾ നടത്തുന്ന വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രമാണഖണ്ഡിതമായിക്കൊണ്ടാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാധനത്തിന് എന്താണ് ഇപ്പോൾ നമ്മൾ കാണിച്ച നൗഷാദ് ഹസനിയുടെ അതിൽ ഞാൻ തന്നെ ചെറുതായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു മനുഷ്യനായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലാതെ കുറച്ച് ഖുറാഫാത്തൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ മുഖാമുഖവും സംവാദവും ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. ഇപ്പോൾ ഏതൊരു ത്വരീക്കത്ത് പോയി പെട്ടിട്ട് പിന്നീട് AP വിഭാഗം സംസ്ഥക്കെതിരെ അങ്ങനെ പറയുമായിരുന്നു. അല്ല, അവരെ പറയേണ്ടതാണ്, അത് മറ്റൊരു കാര്യം. ഇപ്പോൾ അതിൽ നിന്നും വിട്ടിട്ട് മടവൂർ കോട്ട നടത്തുന്ന ഒരു വടിത്തങ്ങൾ, മൂപ്പരാണിപ്പോൾ സംഗീതവും സിനിമയൊക്കെ ഹലാലാക്കിയ പോലുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ആളുകളുടെ കോട്ടയിലും കൂടാരത്തിലും അകത്തളത്തും ചെന്നുകൊണ്ട് പിന്നെ കൗ 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 ഇതുപോലെ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണിക്കുമ്പോൾ എന്തിനാണ് നമുക്ക് കുരു പൊട്ടുന്നത് എന്ന് ചില ആളുകൾക്ക് തോന്നിയേക്കാം. ഇസ്ലാമിൻ്റെ പേരിലല്ലാതെ, ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവമില്ല. അത് ഇസ്ലാമിൻ്റെ പേരിലേക്ക് വച്ച് കെട്ടേണ്ടതില്ല. ചില ആളുകൾ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ ഇത് കണ്ടിട്ട് ഇത് ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട, അങ്ങനെയല്ല എന്ന് പറയാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു കാര്യം ഇന്നെടുത്തത്. ഇൻഷാ അല്ലാഹ് നൗഷാദ് ഹസനിയെ പോലെ അതുപോലെ വടിത്തങ്ങളെപ്പോലെ പേരെടുത്ത് പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്തത്ര മുസ്ലിയാക്കന്മാരുടെ ഒരു പട തന്നെയുണ്ട് ഇവിടെ ആളുകളെ വിശ്വാസ വൈകൃതത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തുവാൻ. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് പരാമർശിച്ചുകൊണ്ടോ ഓതിക്കൊണ്ടോ ഒരു നബിചര്യയിൽ നിന്ന് ഒരു പ്രവൃത്തിയോ ഒരു വാക്കോ ഏതെങ്കിലും ഒരു ഹദീസ് എടുത്തുകൊണ്ടോ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത, അതിന് അറിവില്ലാത്ത, അതിന് മെനക്കെടാത്ത ചില ആളുകൾ അവർ ഇതുപോലെയുള്ള കോപ്രായങ്ങളുമായിട്ട് വരും. എന്തുകൊണ്ടാണ്? ഇത് ധനസമ്പാദനത്തിനുതകുന്നൊരു കാര്യമാണ് എന്നതിനപ്പുറം ഇവിടെ യഥാർത്ഥ ദീന് ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട് എന്നുള്ളതാണ് ഈ ഉള്ളവന് മനസ്സിലായത്. പ്രിയമുള്ളവരെ, ആരൊക്കെ എത്രയൊക്കെ സ്ട്രൈക്ക് ചെയ്താലും, എത്രയൊക്കെ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും, എത്രയൊക്കെ ആക്രമിച്ചാലും ഇവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സപ്പോർട്ട് അത് തീർച്ചയായിട്ടും വേണം. എൻ്റെ ഒരു ചാനൽ മുടങ്ങിക്കിടക്കുകയാണ്, ഈ ഒരു ചാനൽ മുടങ്ങിയ ലക്ഷണമാണുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പിന്തുണ വേണം. ഇവിടെ എന്തു തന്നെ പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും ഇൻഷാ അല്ലാഹ് ഫീസബീലായിക്കൊണ്ട് ഈ മാർഗത്തിലുണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.